ലൂക്കാ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. വിരലുകൾ തമ്മിലൊരു തർക്കമുണ്ടായി. വിരലുകൾ ആരാണ് വലുത് എന്ന്. തള്ളവിരൽ, ഒന്നാമത്തെ വിരൽ, അത് പറഞ്ഞു ഞാനാണ് വണ്ണമുള്ള വിരൽ, അതുകൊണ്ട് ഞാനാണ് പ്രഥമൻ. നോക്കിയാലും ഒന്നാം സ്ഥാനം, വണ്ണത്തിലും സ്ഥാനത്തിലും ഞാനാണ് മുൻപന്തിയിൽ. രണ്ടാമൻ പറഞ്ഞു ഞാനാണ് ചൂണ്ടുവിരൽ. ഒരാളെ നിലയ്ക്ക് നിർത്താൻ, ചൂണ്ടി നിർത്താൻ കെൽപ്പുള്ള ധൈര്യമുള്ള വിരൽ ഇതാണ്. അതുകൊണ്ട് ഗൗരവമായ കാര്യങ്ങൾ വരുമ്പോൾ ഞാനാണ് മുൻപന്തിയിൽ. അതുകൊണ്ട് തന്നെ ജീവിതത്തിലും ഒന്നാം സ്ഥാനം വിരലുകളിൽ എനിക്ക് നൽകണം. മൂന്നാമൻ പറഞ്ഞു സ്കെയിലെടുക്ക്, അളന്നു നോക്ക്. മൂന്നാമത്തൻ വിരലിൽ വലിപ്പം എൻ്റേതല്ലേ. അതുകൊണ്ട് അവൻ പറഞ്ഞു നീളത്തിൽ വലിപ്പം എനിക്കായതുകൊണ്ട്, പൊക്കത്തിൽ വലിപ്പം ഞാനായതുകൊണ്ട് ഞാനാണ് ഒന്നാമനെന്ന്. അടുത്തവൻ പറഞ്ഞു ഞാനാണ് മോതിരവിരൽ. സ്വർണം വിലപ്പെട്ടതൊക്കെ എൻ്റെ ജീവിതത്തിലേക്കാണ് വന്നു കയറുക. അതുകൊണ്ട് ഞാനാണ് വിലപ്പെട്ടത് എന്ന്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപന പരസ്യമൊക്കെ കേട്ടിട്ടില്ലേ? വലിയ സമ്പത്ത് കയറുന്ന വിരൽ എൻ്റേതാണ് എന്നതുകൊണ്ട് ഞാനാണ് മുൻപന്തിയിലെന്ന് നാലാമത്തെ വിരൽ പറഞ്ഞു. കുഞ്ഞു വിരൽ പറഞ്ഞു ദൈവവുമായി കണ്ടുമുട്ടുമ്പോൾ, കൈകൂപ്പുമ്പോൾ മുൻപന്തിയിൽ വരുന്നത് ഞാനാണ്. ചെറുതാണ്, പക്ഷേ ദൈവത്തിന് മുമ്പിൽ കൈകൂപ്പുമ്പോൾ, ദൈവം മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ ഞാനാണ് മുൻപന്തിയിലെന്ന് വിരൽ പറഞ്ഞു. ചെറിയ വിരൽ, അണിവിരൽ പറഞ്ഞു. ഇതിലെ സാരാംശം മാത്രം എടുക്കാം. സ്നേഹമുള്ള ദൈവത്തിനു മുമ്പിൽ വിലപ്പെട്ടവനാകുന്നു എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റു പലതിലും നമ്മൾ മുൻപന്മാരായിരിക്കും, മറ്റു പലതിലും നമ്മൾ ശ്രേഷ്ഠരായിരിക്കും. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവത്തിനു മുമ്പിൽ കൈകൾ കൂപ്പുമ്പോൾ നീ മുൻപന്തിയിലാണ് എന്നതുകൊണ്ട് തന്നെ ജീവിതത്തിലും മുൻപന്തിയിലെത്താൻ സ്വർഗം നിനക്ക് ബലം പകരും. നീ ഒരുപക്ഷെ പലരുടെയും മുൻപന്തിയിലായിരിക്കാം. ദൈവത്തിൻ്റെ മുൻപന്തിയിലാണോ നീ എന്ന് തിരിച്ചറിയുന്നത്, ചിന്തിക്കുന്നത് നല്ലതാണ്. തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ആമേൻ.